ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് വേസ്റ്റ് ക്ലോത്ത് വെച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാസ്കിംഗ് ടാപ്പ് എടുത്തിട്ടുണ്ട്, ഇത് നെറ്റ് ക്ലോത്ത് ആണ്. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, ഇതിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് ഈ ക്ലോത്തിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. വളരെ സിമ്പിളായി നമ്മൾ വേസ്റ്റ് ക്ലോത്തുകൾ വെച്ച് ഒരു വാൾ ഡെക്കോറാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു കാർഡ്ബോർഡ് പീസ് ക്ലോത്തിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് അതിന്റെ ചുറ്റുമുള്ള ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഭാഗം അതിൽ നിർത്തി ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ആ കാർഡ്ബോർഡ് പീസിന് ചുറ്റുമുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം നമുക്ക് അതിന്റെ ബാക്കിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന നെറ്റിന്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഈർക്കിളിയും ഒരു നൂലും എടുത്തിട്ടുണ്ട്. നെറ്റ് ക്ലോത്തിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് മടക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈർക്കിളി ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമ്മൾ നെറ്റ് ക്ലോത്ത് വെച്ച് ഒരു ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. ഇതിന്റെ ലാസ്റ്റ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്കത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ നെറ്റ് ക്ലോത്ത് വെച്ച് ഫ്ലവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തണ്ടിൽ മാസ്കിംഗ് ടാപ്പ് ചുറ്റി കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും ആരും മറന്നു പോകരുതേ. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ്കിംഗ് ടാപ്പ് വെച്ച് ഇലകൾ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള മാസ്കിംഗ് ടാപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഈർക്കിളി അതിന്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് അതിന്റെ മുകളിലായിട്ട് മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. മാസ്കിംഗ് ടാപ്പ് വെച്ച് എളുപ്പത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ഇല ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലയുടെ തണ്ടിലും മാസ്കിംഗ് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഇലയുടെ തണ്ടിലും മാസ്കിംഗ് ടാപ്പ് ഒക്കെ ചുറ്റി കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളും ഇലകളും നമുക്ക് വേണമെങ്കിൽ ഒരു പോട്ടിലൊക്കെ ഇട്ട് വെക്കാം. നമ്മളിതൊരു വാൾ ഡെക്കോർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ മാസ്കിംഗ് ടാപ്പ് ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകളും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്ത് മാസ്കിംഗ് ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളിപ്പോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിലായിട്ട് ഫെവി ബോണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇത് അതിലേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് സമയം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മാസ്കിംഗ് ടാപ്പ് ചുറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ലേസ് വെച്ച് ഒരു ബോയ് ഉണ്ടാക്കി എടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. അതിന്റെ നടുക്കായിട്ട് ഈ ഒരു സ്റ്റോണും ഒട്ടിച്ചു കൊടുത്തു. ഇതിന്റെ ബാക്കിലായി നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ക്ലോത്ത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.